നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദലാശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം. ജൂൺ 27 മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പെട്രോളും ഡീസലും ഇനി കുപ്പികളിൽ മാത്രമല്ല കല്ലാസുകളിലും വാങ്ങാനാകില്ല, കർഷകർ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദലാശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്ന് തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പും നൽകി. അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ ശ്രദ്ധേയമായ തുടക്കങ്ങൾ നടത്താനായി. അധികാരത്തിലെത്തി ഒരു മാസത്തിനകം നയപരിപാടികൾ കൃത്യമായി വ്യക്തമാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചു. സമ്പദ് വ്യവസ്ഥ വ്യക്തമാക്കുന്ന സംസ്ഥാനം കണ്ട ഏറ്റവും വ്യക്തമായ ധവളപത്രവും പുറത്തിറക്കി. ഭാവിയെ കെട്ടിപ്പടുക്കാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ യഥാർത്ഥ സ്ഥിതിയെന്ന് തിരിച്ചറിയാനാണ് ധവളപത്രം. പരമ്പരാഗത രീതിയിലുള്ള ബജറ്റല്ല അവതരിപ്പിച്ചത്. കാലഹരണപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തി കേരളത്തിന്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിച്ചു. അതെല്ലാം ഭാവിയിൽ കേരളം എന്ത് ചെയ്യണമെന്ന ദിശാബോധം നൽകുന്ന ബജറ്റാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. കേരള സംസ്ഥാനം ഇന്ന് ജനസംഖ്യാപരവും സാമ്പത്തികപരവുമായ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആ മാറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ചെറുപ്പക്കാരുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു. പ്രായമായവരുടെ എണ്ണം കൂടി വരുന്നു. ജനസംഖ്യയുടെ അനുപാതം വർദ്ധിക്കുന്നതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തെ സൂചിപ്പിക്കുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന ആശയം ഹാർവാർഡ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് നൽകിയത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണം. മാറുന്ന തൊഴിൽ മേഖലകളും സാഹചര്യങ്ങളും മനസ്സിലാക്കണം. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. നടപ്പാക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് പ്രഖ്യാപനം. വയോജനങ്ങളെ സംരക്ഷിക്കാൻ ഔദാര്യം വാരിക്കൊടുക്കുന്ന വെൽഫെയർ പ്രോജക്ടുകളല്ല വേണ്ടത്, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് വയോജന വകുപ്പ്. ഒറ്റപ്പെട്ട് ഒരാളും പോകില്ലെന്ന് ഉറപ്പാക്കും. അതിനുവേണ്ടി കെയർ ഗിവർ പദ്ധതി ആരംഭിക്കുന്നു. രോഗികളെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് നിർത്താനാണ് കരുതൽ മിഷൻ രൂപീകരിച്ചത്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച നടത്തുകയായിരുന്നു വേണ്ടതെന്ന് സുധീരൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായതിനു പിന്നാലെ UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ഒരു തീരുമാനം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നുവെന്ന് സുധീരൻ പറഞ്ഞു. പാർട്ടിയിലും മുന്നണിയിലും വിഷയം നേരത്തെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിവാദം ഒഴിവാക്കാമായിരുന്നു. മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കുകയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുക എന്നതാണ് നയം. ലഹരിയുടെ വ്യാപനം മൂലം കേരളത്തിൽ മോശമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പിണറായി സർക്കാർ മദ്യവ്യാപനം ശക്തിപ്പെടുത്തി. മുന്നണിയിൽ വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം. വികാരം ഉൾക്കൊണ്ട് മദ്യവ്യാപനത്തിനെതിരായ പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം. ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന തീരുമാനം പാടില്ല. ചില ഒറ്റപ്പെട്ട ശക്തികൾ ഒഴികെ രംഗത്തെത്തി അതിലൊരു തീരുമാനം നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. സമൂഹത്തിൽ ഉയർന്നു വന്ന ആശങ്കകളും സംശയങ്ങളും നിലനിൽക്കുന്നു. ബജറ്റിന്റെ ഭാഗമായി ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രപ്പോസൽ ഒഴിവാക്കണം. സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന തീരുമാനം പാടില്ല. ജനപിന്തുണ ലഭിച്ച സർക്കാരാണ്. ഓരോ തീരുമാനത്തിലും സുതാര്യത നിലനിർത്തണം. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് സുധീരൻ വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങളാണ്. ആ സ്ഥിതി UDF-നുണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവ്വസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണം. സ്വകാര്യ മേഖലയ്ക്ക് ഇതൊന്നും നൽകില്ല, പിണറായിയും പറഞ്ഞിരുന്നുവെന്ന് സുധീരൻ പറഞ്ഞു. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ജനപ്രീതി നഷ്ടപ്പെടാതെ നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പല ആളുകളും വിളിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സുധീരൻ പ്രശംസിച്ചു. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ബജറ്റ് ഇതുവരെ പാസ്സായിട്ടില്ലല്ലോ.
ഇനി ഫിനാൻസ് ബില്ല് വരണം, അപ്രോപ്രിയേഷൻ നടപടികൾ വേണം, നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാവുന്ന ഗവൺമെൻറ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്ന, അതായത് സമൂഹത്തിന് വിപൽക്കരമായി മാറിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ വ്യാപനം, അതിൽ നിന്നും കേരളത്തെ മുക്തമാക്കുന്നതിന് കഴിയാവുന്ന രീതിയിൽ കർമ്മ പദ്ധതികളും നയങ്ങളും ആവിഷ്കരിക്കും എന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക പ്രധാനമാണ്. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം ആ രീതിയിൽ തന്നെ എക്സൈസ് വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രശ്നമെന്ന് പറയുന്നത് മദ്യവ്യാപനം, മയക്കുമരുന്ന് വ്യാപനമൊക്കെ, അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. എക്സൈസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസും ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പ്, ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്ത് തലങ്ങളിൽ, നഗരസഭാ തലങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ കുട്ടികൾ, ഒരു കുട്ടി പോലും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലഹരി മരുന്നിനെതിരെയുള്ള ശക്തമായ ശ്രമം നടക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ലഹരിയില്ല. മദ്യവും മയക്കുമരുന്നൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നതാണ്. ഏതാണ് കൂടുതൽ ആപൽക്കരം? നമുക്കറിയാം, മദ്യപാനം മൂലവും അച്ഛനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അച്ഛൻ, അമ്മയെ കൊല്ലുന്ന മകൻ, എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ വ്യാപകമായതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലഹരി വ്യാപനമാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള, മദ്യവ്യാപനത്തിനും അതിൻ്റെ കൺസംഷനും എതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് UDF സർക്കാർ പിൻവാങ്ങണമെന്ന് CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി പുത്തൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുത്തൂരിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുരിശുമൂല വില്ലേജ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് യോഗം പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം G. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് അംഗം MK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കനീഷ്കൻ വല്ലൂർ, ജില്ലാ കൌൺസിൽ അംഗം അജിത വിജയൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സിനി പ്രദീപ് കുമാർ, AIYF മണ്ഡലം സെക്രട്ടറി PS അഖിൽ, പുത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ജിനീഷ് PC, സനിൽ വാണിയമ്പാറ, റഫീഖ് അറക്കൽ, K. ഗോവിന്ദൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധം കണക്കിലെടുത്ത് ഒല്ലൂർ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും സംയുക്തമായി വലക്കാവ് ക്ഷീരസംഘത്തിൽ വെച്ച് ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സംഘ ഹാളിൽ പരിപാടി വാർഡ് മെമ്പർ PK വിജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK ശശികുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം VA കൃഷ്ണൻ, സംഘം വൈസ് പ്രസിഡന്റ് AP ജോർജ്, TB കമലം എന്നിവർ സംസാരിച്ചു. ICM ഡയറക്ടർ ഈശ്വരമൂർത്തി ക്ഷീര കർഷകർക്ക് ക്ലാസ് എടുത്തു. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിലെ കാട്ടാന ശല്യം രൂക്ഷം. ജൂൺ 27-ന് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചെന്നായ്പാറ, തെക്കേക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ജൂൺ 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പ്രതിഷേധ ധർണ ഒല്ലൂർ MLA K. രാജൻ ഉദ്ഘാടനം ചെയ്യും. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്നു. പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ജനവാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ശല്യം മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. കുട്ടികളെ സ്കൂളിൽ വിടാനും രാത്രി പുറത്തിറങ്ങാനും ജനങ്ങൾ ഭയപ്പെടുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ പടക്കം പൊട്ടിച്ച് കാവലിരിക്കേണ്ട അവസ്ഥയാണ്.
നിരവധി കർഷകരുടെ വാഴ, റബ്ബർ, തെങ്ങ് തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദേശത്തെ കർഷകർ, വ്യാപാരികൾ, രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ അണിനിരക്കും. ജനകീയ സമിതി ചെയർമാൻ ഷാജി വാരപ്പെട്ടി, കൺവീനർ ബാബു പനക്കൽ, BS എഡിസൺ, ദിനേശൻ കാരയിൽ, ബിജോയ് ഐനിക്കൽ, ദിബീഷ് ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച കാലത്ത് 11 മണിക്ക് ഞങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികളെ, പഞ്ചായത്ത് പ്രതിനിധികളെ, അതുപോലെ മറ്റുള്ള ആൾക്കാരെ ചേർത്തിട്ട് ഒരു ധർണ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അധികാരികൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു 5-6 വാർഡുകൾ, പുത്തൂർ പഞ്ചായത്തിൻ്റെ, പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ അതിർത്തി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു 8 വാർഡോളം വരുന്ന ഒരു 1000-2000 വരുന്ന കർഷക കുടുംബം, ഈ വനാതിർത്തിക്ക് കിടക്കുന്ന കർഷക കുടുംബങ്ങളും അതിനോട് ചേർന്ന് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഒരു സ്ഥലമായ താമരവളച്ചാലിൽ താമസിക്കുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാരും വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ഞങ്ങളാകെ ഭയങ്കരമായിട്ട് പേടിച്ചു വിറച്ചാണ് ഞങ്ങളവിടെ താമസിക്കുന്നത്. അതിനൊപ്പം ഞങ്ങൾക്ക് ഒരു കൃഷി ചെയ്യാൻ അവിടെ ഞങ്ങൾ മുഴുവൻ കൃഷിക്കാരാണ്. അതിനകത്ത് ചില ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ട്, ചില ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഈ അതാത് സ്ഥലങ്ങളിൽ, ഇപ്പോൾ തൃശ്ശൂർ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ 8 മണിക്ക് ഡ്യൂട്ടിക്ക് എത്തേണ്ട ഒരാളാണെങ്കിൽ ഞങ്ങളുടെ അവിടെ നിന്ന് മിനിമം 1.5 മണിക്കൂർ മുമ്പെങ്കിലും ട്രാവൽ ചെയ്താലേ തൃശ്ശൂർ എത്താൻ പറ്റും. തൃശ്ശൂർ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി അവരുടെ കാലത്തെ 6 മണിക്ക് അല്ലെങ്കിൽ 5 മണി 5:30 ആകുമ്പോൾ അവിടുന്ന് ജോലിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ മിനിമം നമ്മുടെ സെക്യൂരിറ്റി, അതായത് നമ്മുടെ ജീവൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അവിടെ ലൈറ്റും വിളക്കുകളും എല്ലാം ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ജോലിക്ക് പോകാൻ പറ്റും. ജോലിക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും ജോലി എത്തുന്ന സമയം വൈകും. പെട്രോളും ഡീസലും ഇനി കുപ്പികളിൽ മാത്രമല്ല കന്നാസുകളിലും വാങ്ങാനാകില്ല. കർഷകർ പ്രതിസന്ധിയിലാണ്. കുപ്പികളിൽ മാത്രമല്ല കന്നാസുകളിലും ഇനി പെട്രോളും ഡീസലും വാങ്ങാനാകില്ല എന്ന ഉത്തരവ് വന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. കാർഷിക യന്ത്രങ്ങളും ജനറേറ്ററുകളും പ്രവർത്തിപ്പിക്കാനാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള ക്യാനുകളിൽ മാത്രമേ ഇന്ധനം വാങ്ങാവൂ എന്നാണ് പുതിയ നിർദ്ദേശം. മാത്രമല്ല, ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാനാകൂ. എല്ലാ പമ്പുകളിലും കർശനമായി ഈ ഉത്തരവ് നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉത്തരവ് കർശനമായി നടപ്പാക്കുമെന്നാണ് പമ്പ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. പെസോ അംഗീകാരമുള്ള ക്യാനുകൾ വിപണിയിൽ കിട്ടാത്തത് ഒരു പ്രതിസന്ധിയാണ്. പെസോ ക്യാനുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ നമ്മുടെ രാജ്യത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാനുകൾ കിട്ടണമെങ്കിൽ കാലതാമസമുണ്ടാകും. നാടൻ ക്യാനുകളിൽ ഇന്ധനം നൽകുന്നത് നിർത്തിയാൽ കാർഷിക മേഖല സ്തംഭിക്കുമെന്ന് കർഷകർ പറയുന്നു. യന്ത്രം ഉപയോഗിച്ച് കാട് വെട്ടുന്നവർ പണി നിർത്തേണ്ട അവസ്ഥയിലാകും. വയൽപ്പണി നടക്കേണ്ട സമയമായതിനാൽ പവർ ടില്ലറും പ്രതിസന്ധിയിലാകും. ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും പൊതുപരിപാടികളിലുമെല്ലാം ഉപയോഗിക്കുന്ന ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ വാങ്ങുന്നതിലും പ്രതിസന്ധി ഉണ്ടായേക്കും. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. പ്രമുഖ ആനച്ചമയം ഏജന്റും ഗജമേള സംഘാടകനുമായ KN വെങ്കിടാദ്രി രാജുസ്വാമി 76 വയസ്സ് അന്തരിച്ചു. തൃശൂർ പൂരം ഉൾപ്പെടെ ജില്ലയിലെ ക്ഷേത്രോത്സവങ്ങൾക്കും പൂരങ്ങൾക്കും ആനകളും ആനച്ചമയങ്ങളും എത്തിച്ചു നൽകുന്നതിൽ സജീവ സാന്നിധ്യമായിരുന്നു. നിരവധി ഗജമേളകളുടെ മുഖ്യ സംഘാടകനായിരുന്നു. ആനകളുടെയും പൂരങ്ങളുടെയും മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിച്ച അദ്ദേഹം ക്ഷേത്രോത്സവ രംഗത്തെ സുപരിചിത വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ പൂരപ്രേമികളും ക്ഷേത്ര ഭാരവാഹികളും അനുശോചനം രേഖപ്പെടുത്തി. പുത്തൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ തോമസ് ശ്ലീഹായുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോജു പനക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കിൾ തോട്ടുവായ്ക്കുളം, ജനറൽ കൺവീനർ ഷായ് മാളിയേക്കൽ, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജി ഷറങ്ങാശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 9:30 ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ നിർമ്മൽ അക്കരപ്പട്ടേക്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ പോൾ മാളിയമ്മാവ് തിരുനാൾ സന്ദേശം നൽകും. ദുഖ്രാന തിരുനാൾ ജൂലൈ 3 രാവിലെ 10:30 ആഘോഷമായ ദിവ്യബലി. ഫാദർ സെബി വെളിയൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ തോമസ് പൂപ്പാടി സന്ദേശം നൽകും. തിരുനാളിന്റെ ഭാഗമായി ദേവാലയവും പരിസരവും അലങ്കരിച്ചു. പകർച്ചവ്യാധികൾ പെരുകുന്നു. കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കണം. അല്ലാത്തവർക്കെതിരെ കർശന നടപടിയെന്ന് ആരോഗ്യവകുപ്പ്. മഴക്കാല പൂർവ്വരോഗങ്ങൾ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കൊതുക് വളരാനുള്ള സാഹചര്യമുണ്ടായാൽ കർശന നടപടിയെടുക്കും. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പാണഞ്ചേരി പഞ്ചായത്തിൽ നിലവിൽ 11 ഡെങ്കി കേസുകൾ, 1 എലിപ്പനി, 6 വയറിളക്ക് കേസുകളും 4 H1N1 കേസുകളും 1 ചിക്കൻ പോക്സും നിലവിൽ ആരോഗ്യമേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു പഞ്ചായത്തുകളിൽ ഇതിനേക്കാൾ കൂടുതലാണ് എന്നറിയുന്നു. ലഹരിക്കെതിരെ കൈകോർത്ത് വിദ്യാർത്ഥികൾ ഓട്ടോഗ്രാഫ്സ് എ പ്ലെഡ്ജ് ഇൻ ഇങ്ക് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി പോലീസ്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ചേർന്ന് എ പ്ലെഡ്ജ് ഇൻ ഇങ്ക് എന്ന ജനകീയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും വഴിയാത്രക്കാരും തങ്ങളുടെ കൈകളിൽ വിവിധ വർണ്ണങ്ങൾ പൂശി ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചു. പ്രത്യേകമായി തയ്യാറാക്കിയ ക്യാൻവാസിൽ കൈമുദ്രകൾ പതിപ്പിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ രേഖപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള വാചകങ്ങൾ കുട്ടികൾ ക്യാൻവാസിൽ എഴുതി. തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP KC സേതു, തൃശൂർ ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ അനുശ്രുതി, വരുൺ E. ആദർശ്, ജോഷി, ഷിബു എന്നിവരും നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ച് ലഹരിമുക്ത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള കൂട്ടായ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും വിമർശനവുമായി VM സുധീരൻ. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണീയർക്ക് അപമാനമാണെന്ന് VM സുധീരൻ. വെള്ളാപ്പള്ളി നടേശന് നിയമം ബാധകമല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക്. അദ്ദേഹത്തിനും നിയമം ബാധകമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനം. ശ്രീനാരായണ ധർമ്മങ്ങൾ വെള്ളാപ്പള്ളി തകർത്തു. തന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി പദവി ഉപയോഗിക്കുന്നതെന്ന് VM സുധീരൻ പറഞ്ഞു. മണ്ണുത്തി ചിറക്കക്കോട് റോഡിൽ കശുമാവ് ജംഗ്ഷനു സമീപവും ടെൻസിന് സമീപവും വൈദ്യുതി വിതരണത്തിന് തടസ്സമായി നിന്നിരുന്ന മരത്തിന്റെ ശാഖകൾ നീക്കം ചെയ്ത് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നതായി നാട്ടുകാരുടെ പരാതി. റോഡരികിലെ കാനകളിൽ മരത്തിന്റെ ചില്ലകളും ഇലകളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നു. KCBയിലും മാടക്കത്തറ പഞ്ചായത്തിലും പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് പരിസരവാസികൾ പറയുന്നു. ഇടവേള.
3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ അണ്ടർ-17 ചെസ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 5-ന്. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും ചെസ് തൃശൂരും ചേർന്ന് സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാ അണ്ടർ-17 ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ആൻഡ് ഗേൾസ് വിഭാഗങ്ങൾ ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9-ന് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 1-1-2009 ശേഷമോ ജനിച്ച തൃശൂർ ജില്ലാ നിവാസികളായ ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. മത്സരാർത്ഥികൾക്ക് സ്പോർട്സ് കൌൺസിൽ അംഗീകൃത ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക. മത്സരാർത്ഥികൾ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ 2 എണ്ണം ഹാജരാക്കണം. ഇരുവിഭാഗങ്ങളിലും ആദ്യ 2 സ്ഥാനങ്ങൾ നേടുന്നവർ സംസ്ഥാന അണ്ടർ-17 ചെസ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കും. അണ്ടർ-7, അണ്ടർ-9, അണ്ടർ-11, അണ്ടർ-13, അണ്ടർ-15 മികച്ച കളിക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളുണ്ട്. ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്ത മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ കട്ടിംഗ് നബീലിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി. പ്രതി റിമാൻഡിലായി. കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നജിമുദ്ദീൻ IPS, ഇരിങ്ങാലക്കുട DVSP M സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. മലപ്പുറം അരീക്കോട് മുതുവലൂർ സ്വദേശി ചത്തകുണ്ടങ്ങൽ വീട്ടിൽ നബീൻ എന്നയാളെയാണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താൻ സൂക്ഷിച്ച കഞ്ചാവുമായി വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിലായി. പ്രതി റിമാൻഡിലേക്ക്. പാലക്കൽ സ്വദേശി കുപ്ലിക്കാടൻ വീട്ടിൽ ആഷിഖാണ് പിടിയിലായത്. ലഹരിവിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത്. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള സെഷൻ 77 കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്കു ശേഷം പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ രീതിയിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താൻ കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ ഇയാൾ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട്. വധശ്രമ കേസിലെയും പ്രതിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദലാശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം. ജൂൺ 27-ന് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പെട്രോളും ഡീസലും ഇനി കുപ്പികളിൽ മാത്രമല്ല കന്നാസുകളിലും വാങ്ങാനാകില്ല. കർഷകർ പ്രതിസന്ധിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.